എല്ലായിടത്തും ബന്ധപ്പെടുകയായിരുന്നു, കേരളത്തിനകത്തും പുറത്തും. ഇന്നത്തെ പണിമുടക്ക് എല്ലാ സ്ഥലങ്ങളിലും വിജയകരമായിരുന്നു. തൊഴിലാളി വർഗം, കർഷക ജനവിഭാഗങ്ങൾ സംയുക്തമായി പങ്കെടുത്ത ഈ പണിമുടക്ക് വാസ്തവത്തിൽ കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റിനുള്ള ഒരു മുന്നറിയിപ്പായി മാറി, ഒരു താക്കീതാണിത്. ആ താക്കീതിന്റെ സാരാംശം നയങ്ങൾ മാറ്റിയേ തീരൂ മോദി ഗവൺമെന്റ്. തൊഴിലാളിക്കും കൃഷിക്കാർക്കും ജനതയ്ക്കുമെതിരായ നയങ്ങൾ മാറ്റാൻ BJP ഗവൺമെന്റ് കൂട്ടാക്കാത്ത പക്ഷം ആ ഗവൺമെന്റിനെ മാറ്റാൻ തന്നെ ഈ നാട്ടിലെ അധ്വാനിക്കുന്ന വർഗത്തിന്, അതിൽ കൃഷിക്കാരും തൊഴിലാളികളും തീർച്ചയായിട്ടും ഏറ്റവും വലിയ ശക്തിയാണ്. അവർക്ക് സാധിക്കുമെന്നാണ് ഈ പണിമുടക്ക് വിളിച്ചു പറഞ്ഞത്. രാഷ്ട്രീയ പദങ്ങളെല്ലാം ഉണ്ടായിരിക്കും സമൂഹത്തിൽ. അതെല്ലാം ഉള്ളപ്പോഴും പണിമുടക്കിനോട് അധ്വാനിക്കുന്ന എല്ലാവരും പൊതുവെ കാണിച്ചത് അങ്ങേയറ്റത്തെ പിന്തുണയായിരുന്നു. BMS എന്ന RSS അനുകൂല സംഘടന ഔപചാരികമായി ഇല്ല ഈ പണിമുടക്കിൽ. പക്ഷെ പല സ്ഥലങ്ങളിലും BMS യൂണിയൻസ് പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടെന്ന കാര്യം പലയിടത്തു നിന്നും കിട്ടിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നാളെ റെയിൽവേയിലെ BMS യൂണിയൻ ഒരു ദേശവ്യാപക സമരം കോൾ ചെയ്തിട്ടുണ്ട്. ഈ പണിമുടക്കിൽ BMS ഇതര യൂണിയൻസ് എന്തെല്ലാമാണോ പറയുന്നത് ആ കാര്യങ്ങളെല്ലാം മിക്കവാറും പ്രധാനമായും ഓൾഡ് പെൻഷൻ സ്കീം, ആ കാര്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളുമാണ് BMS മുന്നോട്ട് വയ്ക്കുന്നത്. എത്രയോ 163 യൂണിയൻസ് പങ്കെടുക്കാത്ത കാര്യമാണ് തൊഴിലാളി വർഗത്തിന്റെ നയങ്ങളെ എന്നും വെല്ലുവിളിക്കുന്ന കേന്ദ്രത്തിലെ തൊഴിൽ മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. 163 യൂണിയൻസ് പങ്കെടുത്ത് കാണില്ലായിരിക്കാം, ഏറിയ പങ്കും BJPയുടേതായിരിക്കാം. പക്ഷേ BMSന്റെ യൂണിയൻ പല സ്ഥലങ്ങളിലും ഈ സമരം ശരിയാണ് എന്ന് ചിന്തിക്കുന്ന കാഴ്ച രാജ്യവ്യാപകമായി കാണുന്നുണ്ട്. ഈ പണിമുടക്കിന്റെ അർത്ഥം, സന്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് നയങ്ങൾ മാറ്റാൻ മോദി ഗവൺമെന്റ് കൂട്ടാക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ ഈ പണിമുടക്കിന്റെ ആശയങ്ങൾ കെട്ടുപോകാതെ ഐക്യത്തിന്റെയും സമരത്തിന്റെയും അടിസ്ഥാനമാക്കി അതിനെ മാറ്റിക്കൊണ്ട് സർക്കാരിനെ തന്നെ മാറ്റാൻ കെൽപ്പുള്ള വിധം ഈ പണിമുടക്ക് പ്രസ്ഥാനം വിജയിക്കുമെന്ന് തൊഴിലാളി വർഗത്തിന്റെ ശക്തികൾ വിളിച്ചറിയിച്ചു. ആ മുന്നേറ്റത്തെ, ആ വർഗ തൊഴിലാളി കർഷക ഐക്യത്തിന്റെ വർഗ മുന്നേറ്റത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങേയറ്റം പ്രാധാന്യമേറിയ ഒരു രാഷ്ട്രീയ ചുവടുവയ്പായി കാണുന്നു. അതിൽ പങ്കെടുത്ത എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹൃദയം നിറയെ അഭിവാദ്യം ചെയ്യുന്നു. ഭാവിയിലെ പോരാട്ടങ്ങൾക്ക് ഇന്നത്തെ പണിമുടക്ക് പ്രത്യേകമെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട്. ഇതേ പറയാനുള്ളൂ. ഒരു മന്ത്രിക്ക് അങ്ങനെ പറയാൻ തോന്നുമായിരിക്കാം. പക്ഷേ പൊതുവിൽ അത് കേൾക്കേണ്ട സ്റ്റാൻഡ് LDFന്റെ പൊതുവായ നിലപാടിന്റെ ഭാഗത്ത് നിരക്കുന്ന ഒന്നല്ല എന്നാണ് തോന്നിയത്. അതൊരു വികാരാവേശം മൂലം അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഈ പണിമുടക്കിനെ കേരളത്തിലെ LDF പൊതുവിൽ രാഷ്ട്രീയമായും ധാർമ്മികമായും പിന്താങ്ങുന്നുണ്ട്. അത് മറന്നുകൊണ്ടായിപ്പോയി ഗണേഷ് കുമാറിന്റെ ആ പ്രസ്താവനയെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറിയില്ല, അതറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതേപ്പറ്റി എന്തു പറയാനുണ്ടോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഗണേഷ് കുമാർ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലാതെ അദ്ദേഹത്തിനെ പറയാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെയും രാജ്യത്തിന്റെയും എല്ലാ വഴിയും കൊട്ടിയടച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത വിധം വിലവർദ്ധനവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വീടില്ലായ്മ, വർഗീയ കലാപങ്ങൾ ഇതിനെല്ലാം ശക്തിപ്പെടുത്തുന്ന ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോൾ ഈ പണിമുടക്ക് വഴി തുറക്കാൻ വേണ്ടിയാണ്, വഴി മുടക്കാൻ വേണ്ടിയല്ല. ഈ സമരം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ വഴി തുറക്കാൻ വേണ്ടിയുള്ള മഹാസമരമായിട്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. എല്ലാ മെട്രോ നഗരങ്ങളിലും സംഘടിത വ്യവസായങ്ങളിൽ പണിമുടക്ക് മിക്കവാറും പൂർണ്ണമാണ്. എല്ലാ മെട്രോ നഗരങ്ങളിലും സംസ്ഥാനങ്ങൾ തോറും കൽക്കരി, വൈദ്യുതി, സിമന്റ്, തുറമുഖങ്ങൾ തുടങ്ങിയ പല മേഖലകളിലും അന്വേഷിച്ചപ്പോൾ അവിടെയെല്ലാം സംഘടിത മേഖലയിലെല്ലാം തന്നെ പണിമുടക്കിന്റെ പ്രതികരണം അങ്ങേയറ്റം പൂർണ്ണമാണ്, ആവേശകരമാണ്. അതൊന്നുമില്ലല്ലോ. പണിമുടക്കിന്റെ മാർഗവും സമരത്തിന്റെ മാർഗവും ഹർത്താലിന്റെ മാർഗവുമെല്ലാം ഇന്ത്യ ആദ്യം കാണുകയല്ല. സ്വതന്ത്ര സമരത്തിന്റെ ഏറ്റവും തീഷ്ണമായ ദിനങ്ങളിൽ അത് ഇന്ത്യ കണ്ടതാണ്. മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമരവും പണിമുടക്കും മാത്രമാണ് പോംവഴി എന്ന് വന്നാൽ ആ മാർഗം തെറ്റല്ല, അത് ശരിയാണെന്ന്. അതുകൊണ്ട് ഈ സമരത്തിന്റെ അടച്ചക്ഷരിക്കുന്ന രാഷ്ട്രീയം അത് ആ ഒരു പിന്തിരിപ്പൻ രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് എവിടെ ജീവിക്കുന്നത്? പാർലമെന്റിനകത്ത് എപ്പോഴെല്ലാം പാർലമെന്റ് കൂടാൻ BJP സർക്കാർ സമ്മതിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞങ്ങൾ ഉന്നയിച്ചതെല്ലാം ഇത്തരം വിഷയങ്ങളായിരുന്നു. ഓരോ ഇടതുപക്ഷ MPയുടെയും പ്രസംഗങ്ങളെല്ലാം നോക്കുക, ഓരോ മോഷൻസും നോക്കുക, ചോദ്യങ്ങൾ നോക്കുക. ലഭ്യമായിട്ടുള്ള എല്ലാ മാർഗത്തിൽ കൂടിയും കമ്മ്യൂണിസ്റ്റ് MPമാരും ഇടതുപക്ഷ MPമാരും പാർലമെന്റിൽ എപ്പോഴും ശ്രമിച്ചു പോന്നിട്ടുള്ളത് ഇത്തരം വിഷയം ഉന്നയിക്കാൻ വേണ്ടിയാണ്. അതല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. അതായിരിക്കും ഇന്നലെയും ഇന്നും നാളെയും നയമെന്ന് എല്ലാ ഇടതുപക്ഷക്കാർക്കും അറിയാം. അതൊന്നും കാണാതെ നിങ്ങളെല്ലാം കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ സത്യം ദുഃഖിക്കുകയാണ്. പത്താം തീയതി നാളെ തന്നെ. അതെ അതെ, അവിടെ ജില്ലാ സമ്മേളനമാണ്. എന്ത് ദുഃഖണ്ട അല്ല, ആ റിപ്പോർട്ട് അങ്ങേയറ്റം അബദ്ധജടിലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പർഷിപ്പിന്റെ വർക്ക് പൂർത്തിയായിട്ടില്ല. സ്കൂട്ടിനി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അമിത വികാരം കൊണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചെറുതാക്കാൻ വേണ്ടി അച്ചാരം പറ്റിയവരാരോ ഇത്തരം കഥ പറയുന്നുണ്ട്. പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒന്നല്ല. കമ്മ്യൂണിസ്റ്റ് അംഗത്വത്തിന്റെ മിനിമം ക്വാളിറ്റി ഉണ്ട്. ആ മിനിമം ക്വാളിറ്റി പ്രകാരമുള്ള എല്ലാ തരത്തിലുമുള്ള സ്കൂട്ടറിക്ക് വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്കൂട്ടറി പൂർത്തിയായിട്ടില്ല. മെമ്പർഷിപ്പ് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. കൂട്ടാൻ വേണ്ടി ഇത് കൂട്ടൂല. പാർട്ടിയുടെ രാഷ്ട്രീയം, പാർട്ടിയുടെ നയം, പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ, മൂല്യങ്ങൾ അതെല്ലാം അംഗീകരിക്കാത്തവർക്ക് അംഗത്വമില്ല. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിക്കാമെന്ന് സന്നദ്ധതകളെല്ലാവർക്കും അംഗത്വമുണ്ടായിരിക്കും. അതാണ് പാർട്ടിയുടെ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനം. അതറിയാതെ വോട്ടർ പട്ടിക നോക്കിയിട്ട് ആ പേര് ഈ പേര് അത് ചേർത്തുകൊണ്ടല്ലോ പാർട്ടി അംഗത്വം. അതുകൊണ്ട് പാർട്ടി അംഗത്വത്തിന്റെ സ്കൂട്ടിന് പോലും പൂർത്തിയാകാതിരിക്കെ പാർട്ടിയുടെ അംഗത്വം കുറഞ്ഞു വന്ന പ്രചാരവേലയുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകാം. അത് പണ്ടേക്ക് പണ്ടേ മുനിയൊഴിഞ്ഞു പോയ ആന്റി CPI
കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഒരു പുതിയ മുഖമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അതിനെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയല്ലേ. അതെല്ലാം കഴിഞ്ഞല്ലോ. അതെല്ലാം പാർട്ടിയുടെ അവകാശങ്ങൾ പാർട്ടിക്ക് വിട്ടു തരിക. പാർട്ടിയുടെ അവകാശങ്ങളെല്ലാം പാർട്ടിക്ക് തരിക. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രസ് കോൺഫറൻസ് വെച്ച് പറയുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമസ്കാരം എന്ന് പറയുന്നു. പാർട്ടി നയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അല്ലല്ലോ, പാർട്ടിയുടെ അവകാശങ്ങൾ പാർട്ടിക്ക് വിട്ടുതരിക. എല്ലാ കാര്യങ്ങളിലുമുള്ള പാർട്ടിയുടെ തീരുമാനം എടുക്കാനുള്ള അവകാശം സമ്പൂർണ്ണമായും പാർട്ടിക്കുള്ളതാണ്. അത് പാർട്ടിക്ക് വിട്ടുതരിക.